ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾക്ക് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററിന് എന്തൊക്കെയാണോ വരുന്നത് അത് മുഴുവനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ള മക്കളെ, ആദ്യം മുതൽ അവസാനം വരെ എന്റെ മക്കൾ വീഡിയോ കാണാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ആയിട്ടാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ എന്റെ മക്കൾ മറക്കരുത്. സോ നമുക്ക് തുടങ്ങിയാലോ. നമുക്കറിയാം, ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ലോകത്തെ സ്വാതന്ത്ര്യ വിപ്ലവങ്ങൾ. ഏകദേശം 15 മാർക്കോളം ഈ ചാപ്റ്റർ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരെ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഒക്കെ നോക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും എന്റെ മക്കൾ ഉറപ്പിക്കുക, ഒന്നാമത്തെ ചാപ്റ്ററിനും രണ്ടാമത്തെ ചാപ്റ്ററിനായിരിക്കും ഏറെ ഇതുവരെ അങ്ങനെയായിട്ട് വന്നത് എസ് എ ക്വസ്റ്റ്യൻ വരിക. 6 മാർക്ക് അങ്ങനെ വരും. അപ്പൊ ഏതെങ്കിലും ഒരു റെവല്യൂഷൻ ആയിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവാം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ നമുക്ക് നോക്കാം. ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാർ വന്നത്. നമുക്ക് വീഡിയോസിലേക്ക് പോയാൽ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. നോക്കാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഇതിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുക. 6 മാർക്കിന് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തൊക്കെയാണ് എഴുതേണ്ടി എന്നുള്ളത്. ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ കോസസ് അല്ലെങ്കിൽ സർക്കംസ്റ്റൻസ് എന്നൊക്കെ കണ്ടുമ്പോൾ ഇതെന്താണെന്ന് ആലോചിച്ചാൽ ഇതൊക്കെ എന്താണ് എസ് എന്റെ വേറെ പേരുകളായിട്ട് വരുന്നതാണ്. 6 മാർക്കാണ് എസ് സി ആയിട്ട് എഴുതാം. എന്തായാലും അതിൽ എന്റെ മക്കള് റീസൺ, ഏത് റവല്യൂഷൻ ആയാലും റീസൺ ഉണ്ടാവും. ഇപ്പൊ അമേരിക്കൻ റവല്യൂഷൻ ആണ്, മെർക്കന്റിസ്റ്റ് ലോ ആണ് അതിന്റെ റീസൺ. ഫ്രഞ്ച് റവല്യൂഷൻ അതിന്റെ റീസൺ എന്താണ്, അവിടുത്തെ എസ്റ്റേറ്റുകൾ ആക്കിയതാണ്. അതേപോലെ റഷ്യൻ ആണെങ്കിൽ 4 റീസൺസ് ഉണ്ട്. ചൈന ആണെങ്കിൽ 2 റീസൺസ് ആണ്. ആ റീസൺസ് എന്റെ മക്കൾ എഴുതണം. മാത്രമല്ല, അവിടുത്തെ നേതാക്കന്മാര് ഒരു 4 നേതാക്കന്മാർ അല്ലെങ്കിൽ 3 നേതാക്കന്മാരുടെ പേരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. എല്ലാത്തിലെയും ഡേറ്റ് എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആസ് എ റിസൾട്ട് ഇത് മസ്റ്റ് ആണ്. ഈ 4 എണ്ണം എന്റെ മക്കൾ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എക്കുള്ള പോയിന്റ്സ് കൃത്യമായിട്ട് കിട്ടി. അപ്പൊ എസ് എഴുതുന്ന 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ, എന്റെ മക്കൾ പഠിച്ചെടുക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അമേരിക്കൻ വിപ്ലവമായിട്ട് എന്താണ് മെർക്കന്റലിസം. 2019 2022 ചോദിച്ചിട്ടുണ്ട്, എന്താണ് മെർക്കന്റലിസ്റ്റ്. റൈറ്റ് എനി 2 മെർക്കന്റലിസ്റ്റ് ലോ എന്ന് 3 മാർക്ക് ചോദ്യമുണ്ട്. നോക്കാണ്, എന്താണ് മെർക്കന്റലിസ്റ്റ് ലോ. 5 എണ്ണം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ രീതി നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. മക്കളെ, ഈ രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ ഞാൻ എന്ത് ചെയ്യാറോ, അതിനൊന്നുകൂടി ഷോർട്ട് ആക്കാൻ വേണ്ടി പാടും. മെർക്കന്റലിസ്റ്റ് ലോ പറഞ്ഞാല് അവിടെ കൊണ്ടുവന്ന പല നിയമങ്ങളാണ് പല കാര്യത്തിനും. ഒന്ന് ട്രാൻസ്പോർട്ടിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര പോർട്ട് ഉണ്ട്? 3. ട്രാൻസ്പോർട്ട്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ലൈസൻസ് ആണല്ലോ. ആ ലൈസൻസിനും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടെ സൗകര്യം ഒരുക്കി കൊടുക്കാൻ, സൗകര്യം ഒരുക്കി കൊടുക്കാൻ, ഇതിലേക്ക് എന്ത് ചെയ്യുക, ആ പോയിന്റ് കണക്ട് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി സിമ്പിളാവും. ട്രാൻസ്പോർട്ട് ചെയ്യാൻ 2 സ്ഥലത്തേക്ക് പറ്റുള്ളൂ. ഒന്ന് കോളനിയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് കോളനിയിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകാന് ബ്രിട്ടീഷ് കപ്പലിലോ ഓർ കോളനിക്കാരുടെ സ്വന്തം കപ്പലിലോ മാത്രമായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് അത് തന്നെയാണ്. ദ ഗുഡ്സ് മസ്റ്റ് ബി carried out only ബ്രിട്ടീഷ് ഷിപ്സ് ഓർ കോളനി ഷിപ്സ്. അപ്പൊ കോളനിയിൽ നിന്ന് കോളനിയിലേക്ക് സാധനം കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനിക്കാരുടെ കപ്പലിലോ മാത്രമായിരിക്കണം. സോ ഇതിലേക്ക് ചിത്രം വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾ പഠിപ്പിച്ചു. എക്സ്പോർട്ട് ചെയ്യാൻ എങ്ങോട്ടേക്ക് മാത്രം പറ്റില്ല, എക്സ്പോർട്ട് ഇതേപോലെയാണ്. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ്? വൂൾ, കോട്ടൺ, ടുബാക്കോ, ഷുഗർ. പുകയില, പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, പഞ്ചസാര. വൂൾ പറഞ്ഞാൽ കമ്പിളിയാണ്, കോട്ടൺ പറഞ്ഞാൽ പരുത്തിയാണ്, ടുബാക്കോ പറഞ്ഞാൽ പുകയിലാണ്, ടുബാക്കോ ഷുഗർ മനസ്സിലാക്കി വെക്കാം. ഈ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഷോർട്ട് കട്ട് ആക്കിയിട്ട് വെക്കാം. ബാക്കിയുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യുക, ഇന്ന് 7 മണിക്ക് ലൈവ് ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ഈ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ് ട്രാൻസ്പോർട്ട്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിൽക്കും. ആ 5 പോയിന്റ് ഉണ്ട്, എൻ്റെ മക്കൾ 5ഉം പഠിച്ചു വെക്കുക. 5ഉം എന്താണ്, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അടുത്തതാണ് ഇമ്പോർട്ട് ചെയ്യൽ. എങ്ങോട്ട് മാത്രം പറ്റുള്ളൂ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഇറക്കുമതി ചുങ്കം കൂട്ടിയിരുന്നു. തേയില, ഗ്ലാസ്, കടലാസ് എന്നിവക്കൊക്കെ കേട്ടോ. തേയില, ഗ്ലാസ്, കടലാസിനൊക്കെ ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഏതാണ് ലൈസൻസ് പറഞ്ഞാൽ ഇവിടെ എന്ത് ഇറക്കുന്നതിനും മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ലീഗൽ ഡോക്യുമെന്റ്, ന്യൂസ് പേപ്പർ, ഫാം ലെറ്റ് എന്നത് പഠിച്ചിട്ടുണ്ട്. കോളനിയിൽ ഇറക്കിയിരുന്ന അല്ലെങ്കിൽ കോളനിയിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുരേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവരെല്ലാം മുദ്ര പതിപ്പിക്കണം എന്നുള്ളത്. സോ ഈ 5 പോയിന്റ് എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ എക്സാം ചോദിക്കാറുണ്ട്. അതേപോലെ 2021 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമാണ്. പിൽക്കാല ലോക ചരിത്രം സ്വാധീനം ചെലുത്തിയത് എങ്ങനെയാണ്? ഇൻഫ്ലുവൻസ് ഇൻ ദ ലേറ്റർ ഹിസ്റ്ററി ഇൻ ദ വേൾഡ് നോക്കാൻ വേണ്ടി പോവാണ്. 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ, ഗിവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ഫോർ ലേറ്റർ റെവല്യൂഷൻ.
പിൽക്കാല സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്തു? ആവേശം പകർന്നു, ലക്ഷ്യബോധം നൽകി. അത് പുട്ട് ഫോർവേഡ് കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ. എന്ത് കൊണ്ടുവന്നു? കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫ്രം ദ ഗവൺമെന്റ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം എന്ത് ചെയ്തു? മുന്നോട്ട് കൊണ്ടുവന്നു. മാത്രമല്ല ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണം കൊണ്ടുവന്നു. കോൺട്രിബ്യൂട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം എന്ത് ചെയ്തു? അവിടേക്ക് നടപ്പിലാക്കി. ഈ പോയിന്റുകൾ എന്റെ മക്കൾ നീളം പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഈ എക്സാമിന് 4 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇനി അടുത്തതാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലെ നെപ്പോളിയൻ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഏവ 2018 ചോദിച്ചതാണ്. 2 മാർക്കിന് ചോദിച്ചാണ് ആ മക്കളെ. സോ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പബ്ലിക് എക്സാം ചോദിക്കാൻ ചാൻസ് ഇല്ല, എസ് എ ആയതുകൊണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാൻ വേണ്ടിപ്പാണ്. സോ നെപ്പോളിയൻ എന്തൊക്കെയാണ് അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ? നെപ്പോളിയൻ അടിപൊളി നേതാവായിരുന്നു, നിങ്ങൾക്കറിയാം. നെപ്പോളിയൻ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഒന്നാമതാണ് ഫാമേഴ്സ് വെർ മെയ്ഡ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കിയിട്ടുണ്ട്. ഫോം സിംഗിങ് ഫണ്ട് വിത്ത് എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് കടം, പൊതുകടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അവിടെ എന്ത് ചെയ്തു? സ്റ്റേറ്റിന്റെ കൺട്രോൾ ആർക്ക് കൊടുത്തു? ക്ലർജീസിന് കൊടുത്തു. പുരോഹിതന്മാർ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. സെൻട്രലൈസ്ഡ് എന്ത് ചെയ്തു? ഒരു സെൻട്രൽ ഫിനാൻസ് സാമ്പത്തിക ഇതാക്കാൻ വേണ്ടി കൊണ്ടുവന്നു. മാത്രമല്ല കൺസ്ട്രക്ട് അവർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പുതിയ ഗതാഗത പുരോഗതികൾക്കായിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചു. നിലവിലുള്ള നിയമങ്ങൾ മാറ്റിയിട്ട് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ഫ്രാൻസിനെ അടിപൊളിയാക്കി മാറ്റിയ ആളാണ് നമ്മളെ നെപ്പോളിയന്. അവസാനം എന്ത് ചെയ്യാണ്? വാട്ടർലൂ യുദ്ധത്തിലൂടെയാണ് നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്. എന്ത് ചെയ്യുക? എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് 2021 മോഡലിൽ 4 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് സമൂഹത്തിൽ നിന്ന് 3 എസ്റ്റേറ്റുകളുടെ സവിശേഷതകൾ. 3 എസ്റ്റേറ്റ് സവിശേഷതകൾ എഴുതാൻ 4 മാർക്കിന് ചോദിച്ചു 8 മാർക്കിൽ എന്റെ മക്കൾ എഴുതി വെക്കണം. നിങ്ങൾ 12 മാർക്കെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. നമ്മൾ നോക്കാണ് എന്തൊക്കെയാണ്. നിങ്ങൾക്കറിയാം ഫ്രഞ്ച് എസ്റ്റേറ്റ് 3 എസ്റ്റേറ്റുകളാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി ഉണ്ട്, സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി ഉണ്ട്, തേർഡ് എസ്റ്റേറ്റിലത് ആരാണ്? നമ്മളെ മിഡിൽ ക്ലാസ് ആരാണ്. ഇത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഒരു താരതമ്യം ചെയ്ത് പഠിക്കണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് എസ്റ്റേറ്റിലെ ക്ലർജീസ് ആണ്. ഇവർക്ക് ഹെൽഡ് വാസ്റ്റ് ലാൻഡ് ഉണ്ട്. ഓൾസോ ഇവർക്കും എന്തുണ്ട്? ഹെൽഡ് വാസ്റ്റ് ലാൻഡ് ഉണ്ട്, ധാരാളം അല്ലെങ്കിൽ വിശാലമായ ഭൂപ്രദേശം ഉണ്ട്. ഇവരെ എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. നിരവധി അല്ലെങ്കിൽ നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരെയും എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. അപ്പൊ ഇവർക്ക് ഹെൽഡ് എക്സംപ്റ്റഡ് ഓൾ ടാക്സസ്. മാത്രമല്ല ഇവർ കളക്ടഡ് ടാക്സ് തിതൈ ഫ്രം ഫാമേഴ്സ്. കർഷകരിൽ നിന്ന് തിതൈ എന്ന പേരില നികുതി പിരിച്ചിരുന്നു. ഇവർ കളക്ടഡ് വേരിയസ് ടാക്സ് ഫ്രം ഫാമേഴ്സ്. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ എന്ത് ചെയ്യുന്നു? പിരിച്ചിരുന്നു. മാത്രമല്ല മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? പണിയെടുപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവർക്ക് എന്തിലേക്ക് ഉണ്ടായിരുന്നു? ഹയർ പൊസിഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ടായിരുന്നു, മിലിറ്ററി സർവീസ് ഉണ്ടായിരുന്നു. ഇവർ എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ് ആണ്. ഏകദേശം രണ്ടും ഒരേപോലെയാണ്. അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഇവർ. ഇവർക്ക് എല്ലാ പരിഗണനയും അന്നത്തെ രാജാവ് കൊടുത്തിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള 3ാം എസ്റ്റേറ്റുകാർ ആരൊക്കെയുണ്ട്? ബാങ്കേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, അതേപോലെ ഗ്രാഫ്റ്റ്മാൻസ് ഉണ്ട്, അതേപോലെ റൈറ്റേഴ്സ്, ലോയേഴ്സ് ഒക്കെ ഉള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള മിഡിൽ ക്ലാസ്സുകാർ അവിടെ എന്തായിരുന്നു അറിയോ? അവർക്ക് ഒരു രീതിയിലുള്ള പരിഗണന കൊടുത്തിട്ടില്ലായിരുന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, സമൂഹത്തിൽ താഴ്ന്ന പദവിയായിരുന്നു. പെയ്ഡ് ടാക്സ് ക്ലർജി ആൻഡ് നേബിൾസ്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ടാക്സ് കൊടുക്കേണ്ടിനി. നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷന്. ഭരണകാര്യത്തിലൊന്നും ഒരു അവകാശമില്ല ഇനി. മാത്രമല്ല ഇതിനൊക്കെ പുറമെ ഗവൺമെന്റിന് മക്കളെ മാറും. മറ്റേ തിതയാണ് ഫസ്റ്റിലുള്ളത്. ഇവിടെ എന്താണ്? തൈല എന്നെ മക്കളെ ആലോചിക്കുക. സോ ഇതെന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്നത് ഈ 3 പേരുകളാണ്. ആ നേതാക്കന്മാരുടെ പേരിന്റെ മക്കൾ പഠിച്ചു വെക്കണം. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സൈമൺ ബൊളീവർ. നിങ്ങൾ 3 മാർക്കിന് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് എന്റെ മക്കൾ എന്ത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ ലാറ്റിൻ അമേരിക്കൻ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 2 ഇതാണ്. അടുത്തതാണ് ചൈനീസ് റവല്യൂഷൻ എന്താണുള്ളത്. മക്കളെ ചൈനീസ് റവല്യൂഷന് നിങ്ങൾക്കറിയാം കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ സാർ? എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ചൈനീസ് ആണ്. പറഞ്ഞാലുണ്ടോ? ചൈനീസ് അല്ലെങ്കിൽ ചിലർക്ക് റഷ്യൻ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യണം എന്റെ മക്കള്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മക്കളോട് ഞാൻ പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇന്ന് 7 മണിക്ക് നിങ്ങൾ ലൈവിലേക്ക് വന്നോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ചൈനീസ് റവല്യൂഷൻ. ഞാൻ അത് അവിടെ പഠിപ്പിച്ചെന്നാണ്. മറക്കണ്ട, എല്ലാ മക്കളും വരിക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് എന്ത് ചെയ്യുക? എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ കമന്റ് ചെയ്യേണ്ട മക്കൾ മറക്കരുത്. നമ്മൾ സെറ്റാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരും, അടിപൊളിയാക്കും. സോ ഇന്ന് 7 മണിക്ക് നമുക്ക് അവിടെ വെച്ച് കാണാം.